നമസ്കാരം. അർജുൻ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം അർജുന്റെ ശരീര സംസ്കരണം കഴിഞ്ഞു. പിന്നീട് വന്ന വിവാദങ്ങൾ അതൊക്കെ കെട്ടടങ്ങി. എന്നാൽ അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടി പ്രയത്നിച്ച അനേകം വ്യക്തികളുണ്ട്. അതിന് സാക്ഷ്യം വഹിച്ചവരും പ്രവർത്തിച്ചവരുമായിട്ടുള്ള ഒത്തിരി പേർ. അതിൽ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച കർണാടക പോലീസിന്റെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വന്ന ഒത്തിരി പേരുണ്ട്. മനാഫിനും ജിതിനും പുറമെ അത്തരത്തിലുള്ള കുറെ പേർ അവർ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്, ഈശ്വർ മൽബയ്ക്കൊക്കെ പുറമെ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കഴിഞ്ഞ പ്രളയ സമയത്ത് രൂപീകരിച്ച കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്ര റെസ്ക്യൂ ഫോഴ്സിന്റെ പ്രസിഡന്റ് ഷാജഹാൻ. പക്ഷെ പിന്നീട് അവരെ പ്രവർത്തിക്കാൻ കർണാടക പോലീസ് അനുവദിച്ചില്ല. അതിന് കാരണമായ ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കർണാടക പോലീസ് കേരളത്തിലുള്ളവരെ, മലയാളികളായിട്ടുള്ളവരെ, രഞ്ജിത്ത് ഇസ്രായേൽ, അതുപോലെ മനാഫിനോട് ഒരുപാട് തവണ തട്ടിക്കയറലും അടിയും ഒക്കെ ഉണ്ടായെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഈശ്വരൻ മൽപ്പയെ പുഴയിൽ ഇറങ്ങാൻ അനുവദിക്കാതിരുന്ന ചില സന്ദർഭങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം കാണാമറയത്താണ്. ഇത് നിലവിലുള്ള ഒരു അർജുന്റെ വിഷയമല്ല. മറ്റൊരു സംസ്ഥാനത്തെ ഒരാൾ അവിടെ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെയാണ് അവർ ഇടപെടുന്നത് എന്നതിന്റെ ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്തരമൊക്കെ വിവാദങ്ങൾക്ക് ശേഷം ഈ വിഷയം കൂടി ഇവിടെ സംസാരിക്കുന്നത്. ഇതുകൂടി മനസ്സിലാക്കി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കാരണം ഈ മലയാളികളുടെ ഒരുമ അർജുൻ എന്ന ഈ ചെറുപ്പക്കാരൻ, നമ്മുടെ സഹോദരനിൽ അവസാനിച്ചു പോകരുത്. ഇനിയും അനേകം ആൾക്കാർ, നമ്മുടെ സഹോദരങ്ങൾ പുറം സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, ഇതുപോലെ ഡ്രൈവർ പണി എടുക്കുന്നവരുണ്ട്, പൊതുനിരത്തിൽ അവഹേളനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരക്കാരെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, അവരെ കൂടി ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ശ്രീ ഷാജഹാൻ മോങ്ങം ശിരൂരിൽ വെച്ചുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും മറ്റ് നടപടികളും എല്ലാം, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിക്കുന്നു. വീഡിയോ അല്പം നീളം കൂടുതലാണ്. പക്ഷേ ഇത് നമ്മുടെ സഹോദരൻ അർജുന് വേണ്ടിയിട്ടുള്ള ഒരു തെരച്ചിൽ മാത്രമായിരുന്നില്ല, മലയാളികളായ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹൃദയപൂർവമായ ഒരു നീക്കമായിരുന്നു എന്നതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. നിങ്ങൾ ശിരൂരിൽ ഏകദേശം എന്നാണ് എത്തിയത്? ഈ അപകടം ഉണ്ടായിട്ട് എന്നായിരിക്കും എത്തിയിട്ടുണ്ട്? അവിടെ 4 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിത് ശരിക്കും ഇവിടെ കാരണം വരുന്നത്. സംഗതി എന്തോ അറിയാൻ വൈകിയതും ചെറിയ തോതിലൊക്കെ വന്നു. അത് അത്ര ഒരു സീരിയസ്നെസ് അറിയില്ല ആർക്കും. എന്നാൽ അങ്ങനത്തെ അറിഞ്ഞിട്ടുമില്ല. സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. 5ാമത്തെ ദിവസമാണ് ശരിക്കും നമ്മളവിടെയൊക്കെ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവണം. മനാഫ് അതിന് മുമ്പ് അറിഞ്ഞില്ലേ? മനാഫ് ഓൾറെഡി അറിഞ്ഞു, അവിടെ ഓൾറെഡി ഉണ്ട്. ഈ ദിവസങ്ങളിൽ അവിടെ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാല് പിന്നെ 5ാമത്തെ ദിവസമാണ് ഈ രഞ്ജിത്തിനൊക്കെ വിളിക്കണതും കൈകാര്യം ചെയ്യണതൊക്കെ. ഇത് മനാഫ് എങ്ങനെ ഇത് അറിഞ്ഞത്? ആദ്യം മനാഫ് അപ്പോ ഒരു കൂടെ ഇല്ലല്ലോ. മനാഫ് കൂടെ ഇല്ല. മനാഫിന്റെ പിന്നെ കോളും കാര്യങ്ങളൊക്കെ അനിയന് കോള് ചെയ്ത് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. വണ്ടി മിസ്സിങ് ആ റൂട്ടിൽ പോകുന്നതല്ലേ. ആ റൂട്ടിൽ പോകുന്നത് എത്തേണ്ട സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയായാലും നമ്മളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്ര സമയം. ഈ മണ്ണിടിച്ചിലിന്റെ ആ ഭാഗം വരെ സിഗ്നൽ ഉണ്ട്. സിഗ്നലില്ല. അതാണ് ഇതിൽ പെട്ടെന്ന് ഉറപ്പിച്ചത്. അതെ, അങ്ങനെയാണ്. പിന്നെ പല കള്ളക്കഥകളും മറ്റുള്ളതൊക്കെ ആയിട്ട് അത് കള്ളക്കഥകൾ കുറെ പറഞ്ഞതാണ്. ആണ്ടമാരി ആവശ്യത്തിലേറെ എന്താ പറയാ, ഇത് അതൊക്കെ വൈക്ക് സഞ്ചരിച്ച് ഈ വാർത്തകള് കാര്യങ്ങളൊക്കെ പോയി. ഞങ്ങളവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ഗ്രൂപ്പില് ചിലതൊക്കെ നമുക്കുണ്ടല്ലോ. ഒന്ന് അതിന് നമുക്ക് പറയാം, ഒന്ന് മാനസികപരമായിട്ടുള്ള ഭയങ്കര ഒരു വിഷയം. കാരണം ഇങ്ങനെ ഒരു ഡ്രൈവർ കാര്യങ്ങളൊക്കെ കാണാതായ ഒരു വിവരവും ഇല്ല. ഇത്രയും വലിയൊരു വണ്ടി കാണാനില്ല. ഇതിന് പെട്ടൊന്നും അവിടെ കാര്യമായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കണില്ല എന്നൊക്കെ ഒരു വാർത്തയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സംഗതി. ഗ്രൂപ്പിൽ ചർച്ച വന്നു. പല മെമ്പർമാരും വയലൻ്റായാലും തുടങ്ങി കാര്യങ്ങൾ. എല്ലാ സംഗതിക്കും ഇറങ്ങി പുറപ്പെടുന്ന നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പിന്നിലേക്ക് നിൽക്കണോ, ഇതിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചു. ഒന്ന് അപ്പം ഞങ്ങളിത് ചർച്ച ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ അവനാൻ്റെ നാടല്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് പോകണമെങ്കിൽ അതിലേറെ റിസ്കുകളുണ്ട്. വൈഫ് വയറ്റിലുണ്ടായി 8ാം മാസം ഒക്കെ നിൽക്കണ നേരാണ്. ആ സമയത്താണ് പോണത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോണ വിഷയങ്ങളുണ്ട്. ഇത് ഒറ്റ ദിവസത്തിനല്ലല്ലോ പോണേ. ഒരു തീരുമാനത്തിലെത്തണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് അറിയണം. അതായത് അർജുന അല്ലെങ്കിൽ അർജുനന്റെ ഒരു വൈഫ്, ഒരു മകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്നത് അവനാന്റെ ലൈഫിലേക്ക് ഇങ്ങോട്ട് തിരിയണേ. അതെ, റെസ്ക്യൂനെ നമ്മൾ അതിനകത്ത് പെട്ടാൽ
ആ നമ്മുടെ വീട്ടിൽ എങ്ങനെയാ? നമ്മളെ വീട്ടിലേക്ക് അത് ഇന്റെ വീടായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ആളുകളായിട്ട് അതിനെ സങ്കല്പിക്കുകയാണ്. അത് എന്താ അറിയില്ല, ഏതൊരു വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മളതായിട്ട് തോന്നുന്നിടത്താണ് ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. അതെ അതെ. ഇവിടുത്തെ ഈ വിഷയം കഴിഞ്ഞ് വരുമ്പോഴും പലപ്പോഴും ചോദിക്കേണ്ടത് അവിടെയൊക്കെ പോയില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾക്കും പോവാ. അവിടെയൊക്കെ പോയി ഇപ്പൊ സ്റ്റാറൊക്കെ ആയി, ചാനലിലൊക്കെ വന്നു മറ്റതാണ്. അപ്പൊ ചാനലിൽ കൂടുതൽ ദിവസം ഈ 6-ാം ദിവസം മുതൽ കാണുന്നത് ഞങ്ങളെയാണ്. വേറെ ആരും ഇല്ല, വേറെ ആരും ഇല്ലാണ് ഞങ്ങളെ കാണുന്നത്. ഈ ഒരു 2 ടീം ഒന്നും പത്രക്കാരും ഒന്നുങ്ങളും. പത്രക്കാർ പുറത്തുണ്ട്, റെസ്ക്യൂല് നസ്ര ഉണ്ട്, അതേപോലെ കൂരാച്ചുണ്ടിലൊരു ടീം. നിങ്ങൾ അവിടെ എന്തായിരുന്നു? ഇവിടെ നിന്ന് പോയ അവരുടെ ഡ്യൂട്ടി അവിടെ എന്തായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ റെസ്ക്യൂവിന്റെ അതിൽ റെസ്ക്യൂ എന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ ചെല്ലണം ഓരോരുത്തർക്കും ഉണ്ട്. എങ്ങനെ JCB മാന്തുന്ന സമയത്ത് ഈ ചളിയും മണ്ണും ഉള്ളിടത്ത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഇവരൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൊട്ടയിൽ ഈ മണ്ണ് മാന്തുന്ന സമയത്ത് ഓരോ മാന്തലിനും ഇടത്തും വലത്തും ആൾ വേണം, കാണണം. അതായത് ചളി മണ്ണും ഇതിന്റെ കൂട്ടത്തിലാ പോകുന്നത് വെച്ചെങ്കിൽ എല്ലാം ഒരേ കളറും വെക്കാരം, ഒരേ രൂപ വെക്കാരം. പ്രത്യേകിച്ച് ഞങ്ങൾ പോണ സമയത്തേക്ക് 4 ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം അവിടെ എത്തി. 6-ാം ദിവസമാണ് ഞങ്ങളൊക്കെ ഇതിലേക്ക് രംഗത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഈ 6-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇനി ബോഡി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യമായി. പ്രത്യേകിച്ച് ഇതിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ നല്ല പരിക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ ആകുമ്പോൾ ബോഡിയൊക്കെ അത്രയും ഡ്രസ്സും കാര്യമൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് ശരിക്കും മണ്ണിന്റെ തിരിച്ചറിയില്ല. ഇങ്ങനെ ആകുമ്പോൾ ഒരു JCB കാര്യങ്ങളൊക്കെ മാന്തുന്ന സമയത്ത് ഈ കൊട്ടയിൽ മാന്തന ഇത് എടുക്കുമ്പോൾ ഓരോ മണ്ണ് മാന്തുമ്പോൾ അതിലേക്ക് കണ്ണില്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെ വണ്ടിയിലേക്ക് ടിപ്പറിലേക്കല്ലേ കയറ്റണേ. ഒന്നത് ഇപ്പൊ നമുക്കുള്ള റോള് നിങ്ങൾ ചോദിച്ചത്, അത് കണ്ടെത്തിയാൽ അത് എടുക്കണമെങ്കിൽ ആൾ വേണം. എല്ലാവരും അത്തരം സംഗതികൾ തൊടൂല. അതെ. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിന്ന് വിട്ട് കഴിഞ്ഞാൽ തന്നെ, ഞാൻ ഓപ്പണായിട്ട് പറയാണ്, കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഇത്തരം ഒരു നമ്മളെ ഒരു ബോഡിനോട് അല്ലെങ്കിൽ മയത്തിനോടൊക്കെ ഉള്ള ഒരു സമീപനം അങ്ങനെ എനിക്ക് തോന്നുന്നു. ഈ ലോറി പുഴയിലേക്ക് പോയി, അതിലൂടെ ആളും ഉണ്ട്. എന്തായാലും 2-3 മിനിറ്റ് കൊണ്ട് ആള് മരിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്തിനാ അത് എടുക്കണതെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി. അതായത് ഈ ഒരു മരിച്ചു കഴിഞ്ഞ് ഈ ഒരു ബോഡിനോടും അതല്ലെങ്കിൽ ഈ ഒരു മയ്യത്തിനോടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ആ ഒരു മെന്റാലിറ്റി അവർക്കൊക്കെ അത്രയേ ഉള്ളൂ. കഴിഞ്ഞാൽ കഴിഞ്ഞു, കുടുംബത്തിൽ മുഴുവൻ എടുത്തു കഴിഞ്ഞാലും പിന്നെ വീണ്ടും കുഴിച്ചിടാണ്. അത് അതിനൊന്നൊരു ഒരു എന്താ പറയാ, ഒരു ബഹുമാനോ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ബഹുമാനോ കാര്യങ്ങളോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവിടെ പോയിട്ട്. എനിക്ക് തോന്നുന്നു അത് അറിയാവുന്നതായിരിക്കും മനാഫ് സ്ട്രോങ് ആയിട്ട് അവിടെ നിന്ന് തോന്നുന്നുണ്ട്. ആ ഒരു നിലപാട് കന്നഡ അറിയാലോ. അതെ, സംസാരം ഈ പിന്നെ കന്നഡയും കാര്യങ്ങളും ഭാഷ അറിയുന്നുണ്ട്. ആ ഭാഷ അറിയുന്നോണ്ടാണ് ഇത്തരം കൈകാര്യം ചെയ്യലുകളും ഇടപെടലുകളും സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. ഞങ്ങൾ മാത്രമാകുമ്പോ നമ്മൾ മലയാളം പറയണേ. മനാഫും കൂടി കൂടുന്നതോടുകൂടി ഈ അവരെ ഭാഷയും കൂടിയാണ്. അവർ പറയണത് ഇങ്ങോട്ട് തർജ്ജമ ചെയ്ത് തരാനും കഴിയും, ഇവിടുന്ന് അങ്ങോട്ട് പറയാനും കഴിയും. ലാൻഡ് സ്ലൈഡ് നടന്നു കഴിഞ്ഞാൽ, മണ്ണിടിച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയും പുഴയൊക്കെ പോയത് വെച്ചെങ്കിൽ കരയും പുഴയും ഒരേപോലെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്യണം. അപ്പോഴേ റെസ്ക്യൂ പൂർണ്ണമാവുള്ളൂ, റിക്കവറും പൂർണ്ണമാവുള്ളൂ. ഇനിയുണ്ടെങ്കിലും അത് മാറ്റണ്ടേ. അതില് മാറ്റേണ്ടത് ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഒരു വലിയ വണ്ടിക്ക് പോലും ഒരു തെളിവ് കാണില്ല. അതിന്റെ ഇടയിൽ ചെറു വണ്ടികളോ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അതൊക്കെ വണ്ടി. അത് മന്ത്രിസഭയിൽ ആദ്യം പറഞ്ഞത് 3 ടാങ്കർ, 2 ടാങ്കർ, 1 കാലി പിന്നെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ അർജന്റ് ലോറി എന്നാണ് പറഞ്ഞത്. ലോറി എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവര് പ്ലേറ്റ് മാറ്റിയിട്ട് ബൈക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു പ്ലേറ്റ് മാറ്റിയിട്ട് 1 ടാങ്കറും ഈ ലോറി മാത്രമായി. അതെ, മാറ്റങ്ങൾ ഒരുപാട് അതിന്റെ തുടക്കം. ഇതില് എന്താ പറ്റിയെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയത് ഈ ഈശ്വരമാപ്പ് അവർക്കൊരു ഭയങ്കര ശല്യമായിരുന്നു. സത്യം പറഞ്ഞ അവർ തെരച്ചിൽ നിർത്തുന്ന സമയത്ത് ഈ ചങ്ങായി പോയി മുങ്ങി എന്തെങ്കിലും ഒന്ന് എടുക്കും. നിങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോഴാണ് പിന്നെ അതിലേക്ക് വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് ഈ ഒരു തെരച്ചിലിന്റെ തുടക്കം മുതലേ അനാസ്ഥയാണ്. അനാസ്ഥ അല്ലെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ, ഇത്ര ഇത് വേണ്ടും. ഒരു ഡ്രൈവർ അതിലപ്പുറത്തേക്ക് അവിടെയുള്ള ആളുകൾ കുടുങ്ങിയാൽ ഇവർക്ക് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്ത് ഒരു 5 ലക്ഷം വരെയൊക്കെ കൊടുത്താല് ആ പ്രശ്നം അവിടെ നിന്ന് അവിടെ കഴിഞ്ഞ്. ഇത് ആ ഒരൊറ്റ റോഡുമേല് ഈ ഒരു മഴക്കാലത്ത് എത്ര പന്ന് അവിടെയുള്ള ആളുകൾ കണക്ക് പറഞ്ഞ പ്രകാരം ഒരു 40ഓളം ഇടിച്ചിലുകള്, ഒരു 40ഓളം ഇടിച്ചിലുകൾ ആ റോട്ടിൽ മാത്രം നടന്നിട്ടുണ്ട്, ആ ഹൈവേയില്. അതായത് ആ റോഡ് അങ്ങനെയാണ്, ഒരു വിവാദ റോഡാണ്. ഒരു വിവാദ റോഡ് എന്ന് ഞാൻ പറഞ്ഞത് അത് ഇടിച്ചിലിനും ഇതിനൊക്കെ സാധ്യത ഉള്ള അങ്ങനെയുള്ള റിപ്പോർട്ട് കൊടുത്ത റോഡാണ്. ഒരുപാട് കോൺട്രാക്ടർമാർ പിന്മാറിയ റോഡാണെന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടത്. അപ്പം അവർക്ക് ഇതിന്റെ നിർമ്മാണത്തിലും മണ്ണിടിച്ചിലിന്റെ കാര്യങ്ങളിലും മറ്റുള്ളൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവേക്കും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് ഇതിന് കഴിഞ്ഞ് ആ വിഷയങ്ങൾ അങ്ങനെ അവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. അന്നമാതിരി ഈ ഒരു വിഷയം ഒരു പക്ഷേ
അതോടുകൂടി എന്നോട് ഇപ്പൊ ഞങ്ങള് സംസാരിച്ച സമയത്ത് ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അവര് ആ മണ്ണ് നീക്കി മാറ്റുന്നതോടുകൂടി പ്രശ്നം കഴിഞ്ഞു. അതെ, ആ 4 ദിവസം ഇപ്പൊ ഞമ്മൾ പിന്നെ തുടക്കത്തില് ഞങ്ങൾ ചെല്ലണ സമയത്തൊന്നും ഒരു ടിപ്പർ മണ്ണ് പോലും പുറത്തേക്ക് പോയിട്ടില്ല അവിടുന്ന്. ഞങ്ങളവിടെ ഫസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഞങ്ങളെ പോലും കയറ്റണില്ല, ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ കയറണത് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റിൽ അവിടെ ഒരു അഭിമുഖം കൊടുക്കുന്ന ചാനലിന്. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അങ്ങനെ പറയാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ്. ഒന്ന്, ഒരു റെസ്ക്യൂവിന് വരുന്ന ആളുകൾ രഞ്ജിത്ത് ഇസ്രായേൽ വന്ന സമയത്ത് ഇവരൊക്കെ ഇവിടെ പുറത്ത് തടയാണ്. എല്ലാ രേഖകളും കാര്യങ്ങളും കാണിച്ചു കൊടുത്താൽ പോലും പുറത്ത് തടയാണ്. എന്തിനാണ് ഈ തടയണമെന്ന് പോലും മനസ്സിലാവണില്ല. അപ്പോൾ ഈ മണ്ണ്, റോട്ടിലെ മണ്ണൊക്കെ കാര്യങ്ങൾ തട്ടണത് എടുക്കുകയാണ് കാര്യങ്ങള് ഓപ്പോസിറ്റ് തെരയാനുള്ള ഭാഗത്തേക്ക്. അതായത് കരയിലും പുഴയിലും എന്ന് ഒരേമാതിരി പറയണതിന്റെ കാരണം എന്താ വെച്ചാൽ, പുഴയില് നേവിന്റെ ടീം ഫസ്റ്റ് അന്ന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തെരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, ബോട്ടും കാര്യങ്ങളും വെച്ച് പുഴയിൽ തെരയുണ്ട്. ആ തെരച്ചിലിൽ കാര്യമൊന്നുമില്ല, ബോഡി പൊന്തിയാലാണ് ആ തെരച്ചിലിൽ കിട്ടുള്ളൂ. അതില് കരയിൽ തെരയാന്ന് പറഞ്ഞാൽ കരയത്തത് ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റീസ് മൊത്തം താഴേക്ക് യൂസ് ചെയ്യാം. കരയിലും പുഴയിലും ഒരേമാതിരി തരണ്ടേ, A to Z തരുമ്പോഴാണ് പൂർണ്ണമായിട്ട് റെസ്ക്യൂ പൂർണ്ണമാവുള്ളൂ. അതിന് ഇതൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് റെസ്ക്യൂവിന്റെ സമയമൊക്കെ അപ്പോഴും കഴിഞ്ഞിക്കണ്. റിക്കവർ ആണെങ്കിൽ പോലും ആ മണ്ണുകൾ ഫുള്ള് മാറ്റിയ റോഡ് പഴയ രീതിയിലേക്ക്, റോഡിന്റെ സൈഡും പഴയ രീതിയിലേക്ക് ആവുമ്പോഴല്ലേ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതിന് ഫാസ്റ്റായിട്ട് ചെയ്യാന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് ഈ മണ്ണ് തട്ടുന്ന സമയത്താണ് ഞങ്ങൾ ചെന്ന സമയത്ത് ഫസ്റ്റിൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഈ റോട്ടിലെ മണ്ണ് നേരെ ഓപ്പോസിറ്റിലേക്ക് ഈ കട ഉണ്ടായതിന്റെ ഭാഗത്തേക്ക് നീക്കണത് കണ്ടപ്പോൾ ഞങ്ങളത് വിഷയം പറഞ്ഞു, അവിടേക്ക് തട്ടാൻ പറ്റില്ലല്ലോ, അവിടുത്തെ മണ്ണ് ഞങ്ങൾ അതും മാറ്റേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ അന്ന് തൽക്കാലം അത് മണ്ണ് മാറ്റൽ നിർത്തി വെച്ചു. മണ്ണ് പിന്നീടാണ് ടിപ്പറിൽ കയറ്റിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങണേ, കുറച്ച് പുറത്തേക്ക്. അപ്പോൾ ഈ പുറത്തേക്ക് കൊണ്ടുപോകണ മണ്ണ് അതന്നെ റോഡിന്റെ ഒരു സൈഡ് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ റോഡിന്റെ ഒരു പ്രശ്നം, അവിടെ പിന്നെ ഒരു ബെൻഡാക്കിക്കാണ്ട് ഒരു ഭാഗം മല മാന്തിക്കാണ്ടിട്ട് ആ ഭാഗം കൊണ്ടുപോയി പിന്നെ ആ റോഡ് അടക്കുന്ന രീതിയിൽ ക്ലോസ് ചെയ്തിരിക്കണം ഈ മണ്ണൊക്കെ കൊണ്ടുപോയിക്കാണ്. പിന്നെ അന്ന് കേട്ടോ അഞ്ചാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റിക്ക് ഒരു 2 മണിക്കൂറാണ് വൈകുന്നേരത്തെ കിട്ടുന്നത്. അതായത് ഇവർ 5 മണിക്ക് പണി നിർത്തി പോയ സമയത്ത് കയ്യും കാലും പിടിച്ചിട്ട് കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തന്നെ വിട്ടു തരണം, നിങ്ങൾ എടുക്കണമെങ്കിൽ നിൽക്കണ്ട, ഈ ഫെസിലിറ്റീസ് നമുക്കൊന്ന് വിട്ടെന്നാൽ, അല്ലെങ്കിൽ നമുക്ക് പെർമിഷൻ തരാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുത്തുന്ന പരിപാടി ഞങ്ങൾ എടുത്തോളാം, അതല്ലെങ്കിൽ ഈ JCB ടിപ്പറും കുറച്ച് നേരത്തിന് വിട്ടെന്ന് പണിക്കാർ പോലെ ഇനി കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ല, ഞങ്ങൾ ഏറ്റെടുത്തോളാം, അവരുടെ ഡ്രൈവറേയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ആ 2 മണിക്കൂർ കൊണ്ട് ഏകദേശം മണ്ണൊക്കെ കുറയും, കണ്ടമാനം മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റി. അത് ഈ മാറ്റണതൊക്കെ എവിടെ അറിയോ, അതായത് ഈ റഡാർ സംവിധാനങ്ങൾ, അതായത് പിറ്റേന്ന് അന്നാണ് 5 കഴിഞ്ഞ് 6-ാം ദിവസത്തെയാണ് മിലിറ്ററി വരുന്നത്. മിലിറ്ററി വരും, നാളെ വരും എന്ന് പറഞ്ഞു. മിലിറ്ററി പിറ്റേന്ന് വന്നു. മിലിറ്ററി വന്നിട്ട് അവിടെ ഇറങ്ങി ഇവര് അവിടെ അന്ന് വന്നുകാണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഒക്കെ ഒന്ന് വന്ന് നോക്കിക്കാണ്ട്. അപ്പം നമുക്കൊരു സന്തോഷമാണ്. അന്നിപ്പോൾ ചാനൽ കൊടുത്ത സമയത്തൊക്കെ നമുക്കിപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇപ്പോൾ മിലിറ്ററി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് സംഗതിക്കും ഒരു ഫൈനൽ സൊല്യൂഷൻ ആണല്ലോ, ഫാസ്റ്റ് ആവും. ഫാസ്റ്റ് ആവും. ഇന്ത്യന്റെ അപേക്ഷിച്ച് അവർ വരുന്നതോട് കൂടി ഇത് പൂർണ്ണതയിലെത്തും. എൻ്റെ ഒക്കെ ഒരു കാഴ്ചപ്പാടാട്ടോ. നമ്മുടെ വയനാട്ടിൽ വന്ന് അതായത് ഓട്ടോമാറ്റിക്കലി ഇനി അത്ര ആരും അങ്ങനെയൊക്കെ അങ്ങോട്ട് വരും. വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയപരമായിട്ട് ചെറിയ ഉണ്ടാവുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് മിലിറ്ററി വരുന്നതോട് കൂടി ഇതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇവിടെ ഈ സ്ഥലത്ത് മിലിറ്ററി വന്നിട്ട് ഒന്നും ആവൂല എന്നുള്ളത് അവരെ വാക്കുകൊണ്ട് തന്നെ വരികയാണ്. അതായത് അവർക്ക് ചിലപ്പോൾ അവർ പത്രാഭിമുഖമോ ചാനലിനോ അഭിമുഖമൊന്നും തന്നോളണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു മിലിറ്ററി സംവിധാനം അവിടെ വന്നിട്ട് അവർക്ക് ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും അവരടുത്ത് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, അതിന് അനുമതി വേണം. അവര് 60 അംഗ സേന അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ 60 അംഗ സേന വന്നിട്ടും അവർക്ക് ഫെസിലിറ്റീസും കാര്യമൊന്നുമില്ല. ഈ ഫെസിലിറ്റീസും കാര്യങ്ങളും തന്നെ യൂസ് ചെയ്യണത് ഇവിടെ ഉള്ളവർ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു 2 ടിപ്പറും ഒരു 4 ടിപ്പറും ഒരു 2 JCB വർക്ക് ചെയ്ത് കൊടുക്കണത്. അത് ഒരു ആകെ തുടക്കം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അതാ ഉള്ളത്. ARBന്റെ ഒന്നും വേറെ 2 എണ്ണം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം പിന്നെ 1-2 എണ്ണം പിന്നെ കൂടി. അപ്പൊ അന്ന് പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്, രഞ്ജിത്തും ഇവരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, ഈ ഭൂമി ഇറ്റാച്ചില്ലേ, വലിയ കൊട്ടുള്ള സാധനം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മണ്ണ് മാറ്റി കഴിയും. അതേമാതിരി വലിയ സാധനങ്ങളൊന്നും മറ്റേ പിടിച്ചിട്ട് കിട്ടണില്ല, നീക്കാൻ പോലും പറ്റണില്ല. വലിയ പാറകളാണ്, ഒരു കണ്ടെയ്നർ വലിപ്പമുള്ള പാറകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അല്ലെങ്കിൽ ഇത് പൊട്ടിക്കാളൊരു സെറ്റപ്പ് നോക്കണം. അങ്ങനെ അതിനുള്ള ഇതിലൊക്കെയാണ് ഈ ഡ്രില്ലർ മെഷീൻ്റെ ആവശ്യങ്ങളൊക്കെ വന്ന് ഭയങ്കര വിവാദമായ സംഗതിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ പാറയും കല്ലും ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ ഭൂമി റിറ്റാച്ച് ചോദിക്കുന്നതിൻ്റെ കാരണം ഒന്ന് ഞങ്ങളടക്കം ചർച്ച ചെയ്തോട്ടോ. അതായത്
ഈ മിലിറ്ററി ഏറ്റും അന്ന് NDRF ഇവരൊക്കെ ഉണ്ട്. ഭയങ്കര സൗഹൃദപരമായിട്ടാണ് നമ്മളെ നാട്ടിൽ നിന്ന് പോയ റെസ്ക്യൂ മലയാളികളും പിന്നെ രഞ്ജിത്ത് അടക്കം, രഞ്ജിത്ത് കൃഷ്ണദാസ്, ഞങ്ങൾ നസ്രാൻ്റെ ടീം, പിന്നെ കൂരാച്ചുണ്ടിൽ ഞാൻ പറഞ്ഞ ടീം, ഞങ്ങൾ ഒരുമിച്ചാണ് എടുക്കുന്നത്. ഇതിന് ഒരു ബൂമർ ഇറ്റാച്ചി മറ്റുള്ളതൊക്കെ ആവശ്യപ്പെടണമെന്നാണ്. ഈ ബൂമർ ഇറ്റാച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കരയിലൊക്കെ ഒരു 2 മീറ്റർ ഒരു ചാലായിട്ട് കയറിയാൽ പോലും അതിൻ്റെ ഉള്ളിൽ വണ്ടി ഉണ്ടോ എന്ന് കാണാൻ കഴിയും. ചെറിയ വണ്ടിയല്ല. അത് നമ്മൾ മാന്തുമ്പോൾ ഒരു 2 മീറ്റർ ചാല് കയറി നോക്കിയാൽ പോലും ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് അറിയാൻ കഴിയും. ആ ഒരു സാധനം ഈ ബൂമർ ഇറ്റാച്ചി അവിടെ വരുന്നത് എത്രാം ദിവസമാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇതെന്തോ ഇന്ന് വരും എന്ന് പറയും, പിന്നെ പറയും അത് കംപ്ലൈൻ്റ് ആണ് അറിയും, പിന്നെ പിറ്റേന്ന് പറയും പിറ്റേന്ന് വരില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഓരോ സംഗതികളും എന്തോ എവിടേക്കോ തടസ്സങ്ങൾ. ആരാണ് ഇതിന്റെ പിന്നിൽ കളിക്കണമെന്ന് പോലും അറിയാത്ത ഒരു അങ്ങനത്തെ ഒരു രീതി. ഈ സമയത്തൊക്കെ അവിടെ മനാഫോട് അടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? മനാഫ് അടി ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഒന്ന് ഈ പിന്നെ ഫസ്റ്റിൽ വരുന്ന സമയത്ത് കടത്തി വിടാത്തത്, രണ്ടാമത് പിന്നെ ഞങ്ങൾ 5-ാം ദിവസം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ചെറിയൊരു പ്രവേശനം രഞ്ജിത്ത് കയറി കുറഞ്ഞ സമയത്തിന് 6-ാം ദിവസമാണ് ഞങ്ങളൊക്കെ ഇതിൽ ഇടപെടുന്നതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് പിന്നെ ആരോടൊക്കെയോ പെർമിഷൻ വാങ്ങിയിട്ട് മനാഫാണ് ഞങ്ങളെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. ഒരു ബുധനാഴ്ച അന്ന് ഡേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്കിവിടെ ഓർമ്മയിൽ നിൽക്കണില്ല. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളിവിടെ ഹൈവേ ഓപ്പൺ ആക്കും എന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഈ ടെൻഷനൊക്കെ വെച്ചിട്ട് അന്ന് 5 മണിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് രഞ്ജിത്ത് ഒരു ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഡയലോഗ് അടിച്ചല്ലോ. ഡയലോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, മൂപ്പര് ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ അന്ന് കയ്യും കാലം പിടിച്ചിട്ട് ഇയാൾ ഈ ഇതിന് ബാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് സമയം എന്തെങ്കിലും അനുവദിച്ച് തരാൻ. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് 5 മണിക്ക് നിർത്തി പോകുന്ന ഒരു ഡ്യൂട്ടി അല്ല. നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ ഞങ്ങൾക്ക് അവസരം തന്നാളി. അപ്പോൾ ഇത് പിന്നെ പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് 5 മണിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിച്ച് പോയി. ആദ്യം അവിടെ മനാഫുമായിട്ട് അവിടെ പോലീസുകാരൊന്ന് കോർക്കുന്നത് ചാനൽ വാർത്തകൾ കണ്ടിരുന്നു. അതെന്തായിരുന്നു സംഭവം? അത് ഇതന്നെയാണ്. പിന്നെ ആ മലയാളികളെ ഉള്ള ആളുകളെ ടീം അന്ന് 2-ാമത്തെ ദിവസം എന്താണ് അന്ന് നിർത്തണം. ഞങ്ങൾ ചെന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ മലയാളികൾ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ചെയ്തോളാം തന്നെ. ഇവിടെ ചെയ്യാത്തൊരു വിഷയമാണല്ലോ ഉള്ളത്. മിലിറ്ററിക്ക് അവർക്ക് ആൾബലം ഉണ്ട്, 60 ആളുണ്ട്. പക്ഷെ ഇവർക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളും ഇതൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു വന്നു അവിടെ നിന്നു എന്നല്ലാതെ വേറെ കാര്യമായിട്ട് ഒരു റോളൊന്നുമില്ല. NDRF അതിൽ പണിയെടുക്കണ്ടേ. അതായത് ഇവരെ മോശക്കാരാക്കല്ലോ നമ്മൾ പറയണത്. അതായത് ഏതൊരു സംഗതിക്കാണ് ഇവർക്ക് ഇവർക്ക് പെർമിഷൻ കിട്ടുമ്പോൾ ഇവർക്ക് ചെയ്യാനുള്ളൂ. അവർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. വന്നിട്ടുണ്ട്. അവർക്ക് അതിന്റെ ഓൽക്കൊരു പോലെ ഫെസിലിറ്റീസും കാര്യങ്ങളും അവിടെ യൂസ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടില്ല. അതാണ് അതിന്റെ വസ്തുത. വന്നിട്ടുണ്ട്, എല്ലാം ഒരു പുകമറമാരി എല്ലാവരും വന്നിട്ടുണ്ട്. മറ്റോല് ബോട്ടിലും കാര്യത്തിലും ഒരു തരികളുണ്ട്. നേവിന്റെ ടീം പുഴയിലും തരിയുണ്ട്. എങ്കിലും അതിലും ഇതൊന്നും ഇല്ല. പിന്നെ അങ്ങനെ ഓരോരുത്തർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ റിട്ടയർ ഓഫീസർ അപ്പൊ ഈ റഡാർ കൊണ്ട് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വരുത്തൂലല്ലോ. അങ്ങനെ ഉണ്ടോ? അതൊരു ചോദ്യം തന്നെയാണ്. ഈശ്വരമൽപ്പ് എന്നാണ് അവിടെ എത്തിയത്. പിന്നെ അതന്നെ ഇപ്പൊ മലയാളികളൊക്കെ ഇതിന് മാറ്റി നിർത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോ കർണാടകത്തെ ഒരാളായാലും അത് അത്യാവശ്യം കൈകാര്യം ചെയ്യണ ആളും കൂടി ആയതുകൊണ്ട് കഴിയുമെന്നുള്ളൊരു വിശ്വാസം മനാഫിനെ വിളിച്ചു വരുത്തിയതാണ്. ഒരു ടീം വിളിച്ചു വരുത്തി തന്നെയാണെന്നുള്ളതാണ്. ഈ മലയാളികളെ മാറ്റി നിർത്തുന്നു പറഞ്ഞല്ലോ, മാറ്റി നിർത്താൻ എന്താണ് കാരണം? തുടക്കം മുതലേ അങ്ങനെയാണ്. അതായത് കാരണമൊന്നുമില്ല. പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാല് ഒന്ന് ഇതെന്തോ അവസാനിപ്പിച്ച ഒരു കേസ് രണ്ടാമത് കുത്തിപ്പൊക്കി. ഞാനൊന്ന് തുടക്കം പറഞ്ഞ മലയാളികൾ അത് അവരായിട്ട് മണ്ണിട്ട് മൂടിയ ഒരു കേസ് മലയാളികളായിട്ട് പോയി മാന്തി എന്ന് ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ഒറ്റ ഡയലോഗ്. കർണാടക അതായത് സർക്കാർ എന്ന് ഞാൻ പറയില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒരു പേഴ്സണലായിട്ട് ഒരു വ്യക്തികളെ ഒരു രാഷ്ട്രീയ സംഘടന ഒന്നുമില്ല, അതൊന്നുമല്ല. ഒരു പരിക്കണമൊന്നും ഇതിലൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് ഈ ആളുകള് വിചാരിച്ചാലും നടക്കും. അവരാ റോഡിലെ മണ്ണ് നീക്കി അങ്ങോട്ട് ഇടുന്ന റോഡിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതെ, ആ മണ്ണിട്ട് മലയാളികളാണ് മാന്തി. ഇപ്പൊ ഈ രണ്ടാമത് മണ്ണിട്ട സ്ഥലം ഇവര് മണ്ണിട്ട് മൂടിയ സ്ഥലം മാന്തണം എന്ന് പറഞ്ഞോടുകൂടിയാണ് മലയാളികളായിട്ട് പ്രശ്നം തുടങ്ങണത്. നിങ്ങൾ ഫസ്റ്റിലായിട്ട് ഞാൻ ഈ അടിയും പ്രശ്നങ്ങളും പറഞ്ഞാൽ ഞാൻ അടക്കണ്ട്. രഞ്ജിത്തിനെ അല്ലെങ്കിൽ മനാഫിനെ കുന്തിയ സമയത്ത് ഞാൻ പിടിച്ചേക്കുന്ന ആളെ ഞാനാണ് അന്ന്. അത് വീഡിയോ എടുത്താണ്ട് അന്ന് പിന്നെ വേറെ ആരൊക്കെയാണ് വീഡിയോ എടുത്താണ്ട് വിട്ട് ചാനലിൽ പോയതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം കുറച്ച് ദിവസം കൂടി നോക്കും, ഈ ഒരു വിഷയത്തോടു കൂടി നിങ്ങൾക്കൊക്കെ ഞങ്ങൾ പണി തരുന്നു ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാ. ലോക്കാക്കും എന്നുള്ളത് തന്നെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വിഷയങ്ങൾ അന്ന് അവന്തും തള്ളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മണ്ണ് മാന്തൽ തുടങ്ങി. ആ ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ടും കഴിഞ്ഞ് ഇപ്പം ഇങ്ങേപ്പുറത്ത് മാർക്ക് ചെയ്തതാണ് ഈ പുഴയും കരയും ചേർന്ന ഭാഗം എന്ന് പറഞ്ഞത്. അതൊരു ചതുപ്പ് ഒരു കടന്റെ ബാക്ക് ഭാഗം അങ്ങനെയുള്ള ആ ഭാഗമാണ് മന്ദളാല് നിന്നീനി ആ ഭാഗം ഉണ്ടല്ലോ. അവിടേക്ക് നീങ്ങിയോട് കൂടിയാണ് ഈ പോലീസിന് പെട്ടെന്ന് വന്നിട്ട് വയലൻ്റ് ആണ്. ഒരു ഉച്ച സമയം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഹീറ്റായി കിട്ടി. തുടക്കം മുതലേ അങ്ങനെയാണ്. തുടക്കം മുതലേ വരാന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു രാവിലെ വരും,
മൂപ്പര് ഒന്ന് JCB കയറിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് മൂപ്പര് അതിൽ ഇറക്കി വെച്ചിട്ട് ഒരു ഒച്ചമണി നായിട്ടുണ്ടാക്കി അതിലാണ് നടക്കും. മൂപ്പര് പോകും. വൈകുന്നേരം കൃത്യമായിട്ട് 4 മണിക്കാകുമ്പോൾ വരും. ഈ JCB അവിടെ പണിയെടുത്ത് കൊടുക്കുന്നങ്ങോട്ട് വരും. ഇതിൻ്റെ ഇതിൽ ഒന്ന് പൊന്തിച്ചിട്ട് മൂപ്പര് ഒരു ഫോട്ടോഷൂട്ട് നടത്തും, ഇറക്കി വെക്കും. അവിടെ കഴിഞ്ഞ് അതിൻ്റെ കഴിഞ്ഞ് പോവും. SP SP അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥന്മാർ 2 ആളെ റോഡിലാണ്. ശരി, അവരുടെ പണി അതാണ്. അവരെ പണി അതാണ്. ഇവരാണ് കൈകാര്യം ചെയ്യണത് മൊത്തം. മറ്റുള്ളവർക്ക് പോലും ഒരു റോളില്ലാത്ത രീതിയിലായി പോകും. ഈശ്വർ ഇപ്പൊ മനാഫ് വിളിച്ചിട്ടാണ് വന്നതെന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അറിവ്. അതായത് അവരെ മനാഫിന്റെ സുഹൃത്താരൊക്കെ പിന്നെ നമ്പർ കൊടുത്തിക്കാണ്ടാണ് ഇതിൽ ഇപ്പൊ മലയാളികളൊക്കെ പോയി, പിന്നെ ആരും ഇല്ലല്ലോ, അവര് മാത്രമേ ഉള്ളൂ. അതില് ഒറ്റ ദിവസം പുറത്തിട്ട് പിന്നെ എല്ലാരും മലയാളികളൊക്കെ പുറത്താക്കിക്കാണ്ട് അന്ന് ജിതിനെ മാത്രമാണ് അകത്തേക്ക് പ്രവേശനം കയറ്റിയതുള്ളൂ. വേറെ ആളിയനായതുകൊണ്ട് അന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇതിന്റെ പൂർണ്ണ രൂപം മാറുന്നത്. രാവിലെ പോയി വൈകുന്നേരം വന്ന് ഇതിന് പുറത്തേക്ക് വന്ന് അന്നാണ് ഏഷ്യാനെറ്റിൽ പിന്നെ രഞ്ജിത്തിനെ കുറിച്ച് ആ മോശമായിട്ടുള്ള പിന്നെ ഓരോ ഇത് ചെയ്യലും ചാനൽ പുറത്ത് വിട്ട് പിന്നെ പറയലും കാര്യങ്ങളൊക്കെ ആയോട് കൂടിയാണ് ഇത് ആകെ സോഷ്യൽ മീഡിയയിൽ വാരിയേറായത്. പിന്നെ പരസ്പരം പഴിചാരലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അവരൊക്കെ ട്രെയിനിങ് ആയിട്ട് പോണ സമയത്ത് എന്തെങ്കിലും പൈസ ഒക്കെ വാങ്ങുന്ന ആളുകളേക്കാരം. അല്ലാതെ ഇപ്പം ഇതിനൊന്നും നമ്മൾ ആരും ഒരു പൈസയും കൊടുത്തിട്ടല്ല ഇവർ വരുന്നത്. ഈ രഞ്ജിത്തൊക്കെ ഒരു സാധാരണക്കാരനല്ലേ? സാധാരണക്കാരൻ ഈശ്വർ മൽപ്പയെ വിളിച്ചു വരുത്തി ഇറങ്ങാൻ അനുമതി ഇല്ലായിരുന്നല്ലോ ആദ്യം ഇറങ്ങാൻ അനുമതിയില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു വിവാദങ്ങളും കാര്യങ്ങളും ഈ ചാനലുകളും കാര്യങ്ങളൊക്കെ ചർച്ച വന്നതുകൊണ്ടാവാം പിന്നീട് ഒരു അനുമതി കൊടുത്തു. അങ്ങനെ ഏത് വിഷയം അങ്ങനെയാണല്ലോ. പരിധിയിലേറെ ഇതൊരു സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരൊക്കെ വന്ന് ഇതൊരു വിവാദമായ സമയത്ത്, കാരണം അവിടെ എത്രയോ മുപ്പരൊരു കണക്ക് പറഞ്ഞു, 1000കണക്കിനോ 2000കണക്കിനൊക്കെ ആളുകളെ ബോഡി എടുത്തതും രക്ഷിച്ച കണക്കൊക്കെ പറഞ്ഞു. ഇതൊക്കെ അപ്പൊ അവിടെ ഉണ്ടാവുമല്ലോ രേഖകളും കാര്യങ്ങളൊക്കെ. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയ ആളാണ്, ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇയാൾ വന്നിട്ട് ഇയാളെ ഇറക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിവാദം കാര്യങ്ങളും നമ്മളിവിടെ ചാനലുകൾ കത്തണമാതിരി കുറച്ചൊക്കെ അവിടെയും കത്തൂലേ. സമ്മർദ്ദം കൊണ്ടാവാം ആ സമയത്ത് ഇറക്കാൻ. ആദ്യത്തെ തെരച്ചിലൊന്നും ഒന്നും കിട്ടിയില്ല തോന്നുന്നുണ്ട്. ആദ്യത്തെ തെരച്ചിലില് മൂപ്പര് പറഞ്ഞൊരു സംഗതി തന്നെ ഉണ്ടല്ലോ, ഇവര് മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നമുക്ക് പിന്നെ ഇറങ്ങി തപ്പാൻ പെർമിഷൻ ഉള്ളൂ എന്നൊരു വിഷയം പറഞ്ഞിട്ടില്ലേ. പല അഭിമുഖത്തിലും മൂപ്പരത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിൽ വരെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് ഒരു സംഗതി ഏകദേശം പിന്നെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയ ഒരു കയറും കാര്യങ്ങളൊക്കെ റോപ്പൊക്കെ ഇട്ട് ക്ലിയർ ആക്കി വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് കൃത്യമായിട്ട് അവിടെ നിന്ന് മാറ്റം വരുന്നുണ്ട്. അവിടെ ചെയ്യാൻ പറ്റൂല. പിന്നെ അവിടെ ചെയ്യാൻ പറ്റണില്ല. പിന്നെ അടുത്ത് മാർക്ക് ചെയ്യാനോടത്ത് അതായത് ഇവിടെ ഈ കണ്ടെത്തിയ സാധനം റിക്കവർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതാണ് അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയാണ്ടായി ഈ ഒരു സമ്മർദ്ദങ്ങളും അതല്ലെങ്കിൽ മനാഫിന്റെ ഇടപെടലുകള്. പിന്നെ ഇത് കൊണ്ടേ പോകുള്ളൂ എന്നുള്ളൊരു വാശി. എത്ര മണ്ണിട്ട് മൂടിയാലും ഇത് എങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് എങ്ങനാലും ഇത് വിട്ടു പോകൂലെന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഇത് എടുത്തത്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഓപ്പൺ ആയിട്ട് പറയാം. അതാണ് മൂന്നാം ഘട്ടം അതായത് ട്രഡ്ജറൊക്കെ വന്ന അങ്ങനെയാണ് തോന്നുന്നുണ്ട്. അതെ, അത് പിന്നെ ഈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മലയാളികളോട് ഒരു ദിവസം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ 6ാമത്തെ ദിവസം ഞങ്ങൾ പണിക്ക് 6ാമത്തെ ദിവസം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. 7ാമത്തെ ദിവസം ഉച്ചയപ്പത്തിന് ഞങ്ങൾ പറഞ്ഞല്ലോ 3ാമത് മാർക്ക് ചെയ്ത ഈ കരയും പുഴയും എന്നുള്ള മണ്ണിട്ട് മൂടിയ സ്ഥലം. അപ്പൊ ആ മണ്ണിട്ട് മൂടിയ സ്ഥലത്തേക്ക് ഞങ്ങൾ മണ്ണ് മാറ്റാൻ തുടങ്ങി. JCB അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കിന് ഈ പോലീസുകാരെ വന്നിട്ട് ഇതാക്കി 2 മണിക്കൂർ. എന്താ പ്രശ്നം എന്ന് പോലും അറിയില്ല. അപ്പൊ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ആൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന വരെ അവിടെ തകൃതമായിട്ട് പണിയെടുക്കുക, ഒരു കുഴപ്പമില്ല. കൃത്യമായിട്ട് പണിയെടുക്കുന്നതിന്റെ ഇടയിൽ മൂപ്പര് വന്നിട്ട് പറഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ പിന്നെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് ലാത്തി ചാർജ് ചെയ്യുന്ന ഞങ്ങളൊക്കെ പറഞ്ഞ മൊത്തം ഭീഷണി ആകെ ഒരു വട്ടിയും കൊണ്ട് നായാട്ട് രാത്രി വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇറങ്ങിയില്ല. ഞങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനാഫ്ക്കാർ കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ അവിടെ ഇരിക്കുക, സമരം നമുക്കും ചെയ്യാലോ, ഇവിടെ ഇരുന്നാൽ മതിയല്ലോ. അപ്പൊ അതിനുള്ളത് നോക്കാം. ഇപ്പൊ നമ്മളങ്ങോട്ടൊന്നും ചെയ്യണ്ടല്ലോ, ഇവിടെ ഇരിക്കുക. എന്തോ അന്ന് ഞങ്ങളെ എല്ലാവരും ഒരേ മനാഫിന്റെ പിന്നിൽ ഞങ്ങൾ ഒരേ ഉറച്ച സ്വരത്തിൽ അവിടെ നിന്നു. അന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേന്ന് അതിനുള്ള പക എന്നോണാണ് ബാരിക്കേഡ് ഫസ്റ്റത്തും കഴിഞ്ഞു, 2ാമത്തതും കഴിഞ്ഞു. അതായത് കിലോമീറ്ററുകൾ വിട്ടിട്ട് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് ഒരൊറ്റ ബാരിക്കേഡും ഒരു 2 ബസ് പോലീസ് ലാത്തി ചാർജിന് വന്നതാണ് തടഞ്ഞേക്കാൻ, രക്ഷാപ്രവർത്തകരെ തടഞ്ഞേക്കാൻ ഇങ്ങോട്ട് കയറുന്നത്. ഈശ്വരമപ്പ് ഇത് അങ്ങനെ മാറ്റിയാണ് തെരയിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മാറ്റി തെരയിച്ചപ്പെടുത്ത തുടക്കത്തിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിരുന്നല്ലോ. ആ തുടക്കത്തില് പിന്നെ തകരത്തിന്റെ എന്തൊക്കെ കിട്ടി. പിന്നെ അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങൾ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ലോറി കണ്ട സ്ഥലത്ത് ഈശ്വർ മൽപ്പെ തെരച്ചിൽ നടത്തിയായിരുന്നു.
അവിടെയൊക്കെ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം മുങ്ങിയതാണ്, വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ആക്കിയാണ്ടൊക്കെ പിന്നീട് നിർത്തി. അതായത് ഏകദേശം സാധ്യത അവിടെ കയറ് വരെ കണ്ടെത്തിയൊരു സന്ദർഭമുണ്ട്. കയറ് കണ്ടിരുന്നു, ആ കയറിന്റെ എൻഡിൽ ലോറി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് അതിന്റെ മുമ്പ് ഒരു കയറ് കണ്ടെത്തിയിരുന്നു എന്നറിയോ. ഈ പിന്നെ ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് മലയാളികളൊക്കെ പുറത്താക്കിയതിന്റെ ശേഷവും അന്നിപ്പോ കാര്യമായിട്ട് ഇടപെടലുകൾ വന്നിന് നമ്മൾ അഷ്റഫ് MLA അറിയാലോ. ഞാൻ വേറെ ദേശക്കൊന്നും പോണില്ല. അപ്പൊ അന്ന് ഒരു ഫോട്ടോഷൂട്ട് മൊത്തത്തിൽ നടന്നു. മലയാളികളെ മൊത്തം അവഹേളിച്ചതിൽ പ്രധാന ഒരു പങ്ക് വഹിച്ച ഒരാളാണ് അഷ്റഫ് MLA. മലയാളികളെ പിന്നെ 7-ാമത്തെ ദിവസം കഴിഞ്ഞ് 7-ാമത്തെ ദിവസത്തോടു കൂടി പിറ്റേന്ന് പുറത്തേക്കാക്കി. മൊത്തം മലയാളികൾ ഒറ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ബാരിക്കേഡിട്ട് പുറത്താക്കി. അന്ന് ജിതിനെ മാത്രം കയറ്റി എന്ന് പറഞ്ഞല്ലോ. ഈ കയറ്റി അന്ന് കഴിഞ്ഞ് അന്ന് പിന്നെ MLA അവിടെ ഉണ്ട്. MLAക്കൊന്നും ഒരു പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. അന്ന് അവിടെ പുറത്താ. ഞങ്ങളൊക്കെ നിൽക്കുന്ന രീതിയിൽ, എല്ലാവരും നിൽക്കുന്ന രീതിയിൽ അവരൊക്കെ ഉണ്ട്. അന്ന് പിന്നെ അതിന് മുമ്പ് ഒന്ന് വിസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പിന്നെ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മളെ ബൂമർ ഇറ്റാച്ചി വരുന്ന ആ ഒരു സംഗതിയൊക്കെ വന്നപ്പോഴാണ് ആ പേരും ഏകദേശം തീരുമാനമായി. അതിലാണ് പിന്നെ മലയാളികളൊക്കെ വേണ്ടെന്ന് പറഞ്ഞത്. അന്ന് ഞങ്ങളൊക്കെ അവിടെ റൂമിലിരുന്ന് എന്താണ് നമുക്ക് ഏതായാലും അവിടെ റോഡില്ല. അന്ന് മൊത്തം ചുറ്ററും ഒന്ന് മൊത്തത്തിൽ നടന്നു. ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഒന്ന് പോയൊക്കെ ആ വീടുകൾ പോയ ഭാഗമൊക്കെ അവിടുന്ന് കുറച്ച് ആളുകളൊക്കെ അഭിമുഖം കാര്യങ്ങളൊക്കെ നടത്തി. ഒരൊറ്റൊന്നും ക്യാമറന്റെ മുമ്പേക്ക് വരാൻ ധൈര്യപ്പെടുന്നില്ല. എന്തോ ഒരു ഭയമുണ്ട് മൊത്തത്തില്. അത് ഒരുപാട് ബുള്ളറ്റ് മാനുവിന്റെ വീഡിയോയിലൊക്കെ കാര്യമായിട്ട് ആ പൊട്ടിത്തെറിന്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ മറച്ചേക്കുന്ന രീതിയിലുള്ള ഇത്. അവര് പ്രായമുള്ളൊരു പെണ്ണാണ്, ഒരു ചേച്ചിയാണ്. പിന്നെ വന്നിട്ട് ചാനലിൽ ഞങ്ങൾക്ക് കുറച്ച് നമ്മളെല്ലാം വേറെയുള്ള ചാനലിലൊക്കെ മൊത്തത്തിൽ ആ സ്വാമിന്റെ കൂടെയൊക്കെ അഭിമുഖം കൊടുക്കണൊക്കെ ആ പെണ്ണ മറ്റവരൊക്കെ പേടിച്ചിട്ട് പിന്മാറണം. മുഖം കാണിക്കരുത്, ഞങ്ങൾ പറയണത് ഇങ്ങനെയാണ്, നല്ല പൊട്ടിത്തെറി കടന്നിട്ടുണ്ട്, ഇതാക്കിയിട്ടുണ്ട്. ഇവരിങ്ങനെ പറയാ ഈ വീട് പോയതും കാര്യങ്ങളൊക്കെ. ആ പെണ്ണിന്റെ ആ അഭിമുഖം നടത്തിയ പെണ്ണിന്റെ വീട്ടിലുള്ള ഏകദേശമൊക്കെ പോയില്ലെങ്കിൽ അത് മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നുണ്ട്. അതുകൊണ്ടാവാം അതിനങ്ങനെ ഒരു ധൈര്യം വന്നത്. അതിനാ സങ്കടമാണ്, ആ സങ്കടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലൊക്കെ പോയി. റൂമിൽ നിൽക്കുന്ന സമയത്ത് അന്ന് വൈകുന്നേരമാണ് ആ ബൂമർ ഇറ്റാച്ചി മാന്തൽ തുടങ്ങി. നമ്മൾ ഈ പറഞ്ഞ മാർക്ക് ചെയ്ത ഈ ഭാഗത്തുനിന്ന് കരയിൽ നിന്നിട്ട് പുഴയിലേക്ക് മാന്തലാൻ. അന്ന് വൈകുന്നേരത്ത് ഒരു കയറ് കിട്ടിയ ഒരു വാർത്ത വന്നല്ലോ. കയറ് കണ്ടു. അപ്പോൾ ചാനലുകളൊക്കെ ഏകദേശം കണ്ടു. ഇന്ന് പൊക്കും ചാനലുകൾ മൊത്തം പറഞ്ഞു. അത് മാത്രല്ല അവിടുത്തെ മെയിൻ ആളുകൾ MLA MP ഇവരൊക്കെ ഇപ്പൊ അവിടെ ഉള്ളവരടക്കം നമ്മളെ നാട്ടില് ഈ അഷ്റഫ് MLA അല്ലെങ്കിൽ ഇവരൊക്കെ വെച്ചിട്ട് അഷ്റഫ് MLAയും അവിടുത്തെ MLAയും കൂടിയിട്ട് ബോട്ടിൽ കറങ്ങാണ് പുഴയിൽ കൂടെ. നാളെ പൊക്കും. വീഡിയോ അതേനി ഫുള്ള് സ്റ്റാറ്റസ് വീഡിയോ റീൽസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നൊക്കെ ആരൊറ്റ വീഡിയോ വെച്ചിട്ടായിരുന്നു. മലയാളികളെ ചവിട്ടി പുറത്താക്കിയിട്ട് അവരാണ് ഇതിന്റെ ബാക്കിത്തെ 5 ദിവസം ശരിക്കും PR വർക്കിന് വേണ്ടിയിട്ട് അവിടെ അർജുനെ വെച്ച് മുതലാക്കിയിരുന്നു. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് അത് അങ്ങനെ തന്നെ പറയാൻ കാരണം ഇതാണ്. ഒന്ന്, കാരണം ഒരൊറ്റടിക്ക് അങ്ങോട്ട് കയറിയ ആള് തിരിഞ്ഞു നിന്നുകാണ്ട് മലയാളികൾ ഒറ്റയടിക്ക് പുറംകാലം കൊണ്ട് ചവിട്ടി പുറത്താക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരാള് ചെയ്താലും അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ പോയവരാരും ഇവരാരും പിരിവിട്ടാണ്ടോ അഷ്റഫ് MLA വന്ന ശേഷമാണോ മലയാളികൾ പിടിച്ച് പുറത്താക്കുന്നത്? അന്ന് ഇത് മലയാളികളെ പിടിച്ച് പുറത്താക്കിയത് ഈ ഇവരെ പോലീസുകാരും ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരൊറ്റ വീഡിയോസും അല്ലെങ്കിൽ ഈ ഒരൊറ്റ വാക്കുകളുണ്ടല്ലോ, ഇവരാണ് ഇത്രയും ദിവസം ഇതിന്റെ ഗതി മാറ്റി വിട്ടതെന്നുള്ള മൂപ്പര വായോണ്ട് മൂപ്പര പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇല്ലേ? നിങ്ങളൊക്കെ കണ്ട വീഡിയോ ആണല്ലോ. അതായത് ഈ ആളുകളെ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ ഊണും ഉറക്കുള്ള നന്ന നാട്ടിൽ പോയിക്കാണ്ട് ഇതാരും പൈസയും കാര്യങ്ങളും ആരും തന്നിട്ടോ പിരിവിട്ടിട്ടോ എന്നല്ല, എത്തിപ്പെടാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വേറെ ചിന്താഗതി ഒന്നും ഇല്ല. കാരണം നിരന്തരം കാണുന്നത് ഇവര് പറഞ്ഞപ്പോ അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലായപ്പോ എല്ലാവരും കൂടെ കേറാണ്. വേറെ നോട്ടൊന്നുമില്ലേ. ഈശ്വരൻ മൽപ്പ ഈ പുഴയിൽ മുങ്ങി ഓരോ ടയറും ഓരോ കയറും ഓരോ ജാക്കിയും പൊന്തിച്ചോണ്ട് വന്നത് ഈ കർണാടക സർക്കാരിന് ഇത്ര പറ്റിയില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ? സർക്കാരിനല്ല, അവിടുത്തെ ആ ഒരു അതില് എന്താ പറയോ ശരിയായൊരു വശം എന്താ വെച്ചാല് മൂപ്പര് മുങ്ങി തപ്പിയിട്ട് ഓരോ കാര്യങ്ങൾ സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരുമ്പോ നമ്മൾ ഇതിന്റെ വേറൊരു വശം കൂടി നോക്കാണ്ട്. നിങ്ങൾക്ക് മനസ്സിലാണോ എന്ന് എനിക്കറിയില്ല. മൂപ്പരാറിനെ പൊക്കിക്കൊണ്ടൊരു വണ്ടി ഉണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ പിറ്റേന്നൊരു വണ്ടി, അത് അവിടെ നിന്നല്ല കുറച്ച് അപ്പുറത്തുനിന്ന് അവിടെ നിന്നുള്ളതാണ്. ഒരു വണ്ടി ഒരു ലോറിയൊക്കെ അവിടെ പൊന്തിച്ച് ഇത് ഫസ്റ്റിലുണ്ട് വന്ന് ലോറി ഒരു ക്യാബില് ലോറി ഏകദേശം ലോറി തന്നെ ഉണ്ടല്ലോ അത് ആ കയറിട്ട് അത് പൊന്തിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹൈറ്റ് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഈശ്വർ നല്ല ഒരു പിന്നെ സിവിലിയനാണ്, നല്ല വർക്കർ, ഇത് ചെയ്യണ ആളാണ്, സന്നദ്ധ സേവകനാണ്. ഇതൊക്കെ ഞാനും അംഗീകരിക്കാം. ഇതിനപ്പുറത്തേക്ക് മുപ്പര് എടുത്തേനെ പറ്റി മോശപ്പെട്ടാണ്ടല്ല പറഞ്ഞോ. ഈ എടുത്തൊരു സംഗതി ആ ലോറി അത്രയും കാലം അവിടെ മണ്ണിൽ ആ വള്ളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതിനും കൂടി നമ്മളൊന്ന് ഇതിൽ കൂടുതൽ വിമർശിക്കണ്ടേ?
അതായത് ഈ കൂട്ടത്തിൽ പോയ ലോറി എല്ലാം അടുത്ത് പൊക്കണേ. അതിനു മുമ്പ് ഇപ്പോൾ പോയത് എന്നോ പോയ ലോറി. അതേപോലെ ഇത്തരം സംഗതികൾ നടന്നത് സ്ഥിര പരിപാടിയാണ്, സ്ഥിരം പരിപാടിയാണെന്നൊരു സംഗതി ഇതിലുണ്ട്. ഇതിൽ നമ്മൾ ഓരോ സംഗതികൾ ഇതിന്റെ ഒരു പിന്നിലേക്ക് പോകുമ്പോ അന്നിപ്പോ ഇത് വലിയ സംഗതി ഞാനിങ്ങനെ അപ്പൊ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ ആ തെരച്ചിൽ എന്ന് പറഞ്ഞാല് പിന്നെ ഈശ്വരമാൽപ്പേന ആ വള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ മൂപ്പര എന്തൊക്കെ എടുത്ത് കൊണ്ടുവരാന്നുള്ളത് ഒരു പിടുത്തമില്ല. ഞങ്ങളത് അഭിപ്രായപ്പെടുന്നുണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് ഇതിനേറ്റൊരു ബന്ധമില്ലാത്തൊരു ലോറി അപ്പുറത്തുനിന്ന് കൊണ്ട് പൊക്കി വരുമ്പോ ഈശ്വരമാൽപ്പ ഇനി എന്താ ഒരു മുങ്ങലെ കൂടി മുങ്ങി ഇനി എന്താ കൊണ്ടുവരാന്നുള്ളത് പറയാൻ പറ്റൂല. നമ്മള് ഇവിടെ ഈ സംഗതികൾ ചെയ്യുമ്പോൾ ഒരാളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടും ഒരാളെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടും റീൽസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റസ് വെക്കുമ്പോ നമുക്കിപ്പോ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ പുറത്ത് താഴ്ത്തി കെട്ടാൻ ഈശ്വരമാൽപ്പ അത് പൊക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഈശ്വരമാൽപ്പ ചെയ്യണതും രഞ്ജിത്ത് ചെയ്യണതും രണ്ടും ഒരേ മൈൻഡാണ് അല്ലെ. ഇതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പടാപാടാണ് രഞ്ജിത്ത് ഇസ്രായേൽ കരയിൽ ചെയ്തെന്നുണ്ടെങ്കിൽ പിന്നെ ഈശ്വരമാൽപ്പ വള്ളത്തിന് മൂപ്പരെ കൊണ്ട് കഴിയണ പരമാവധി മൂപ്പര് ചെയ്തു. ആ ചെയ്യണതില് മൂപ്പര് പൊക്കിക്കൊണ്ടുവരുന്ന വണ്ടി ഇതിലുള്ളതല്ല. നമ്മളെ ചാനലുകളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന സംഗതി ഈ കൊണ്ടുവരുമ്പോ അവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. ഈ ലോറി അത്ര മുമ്പ് അതിലേക്ക് പോയിട്ടുണ്ട്, അത് അത്രയും ദിവസം അവിടെ കടന്ന് എന്തേത് പൊന്തിച്ചാൽ ഫെസിലിറ്റീസ് മുമ്പില്ലായിരുന്നോ? അതിന് ആൾക്കാർ ഇതേമാതിരി നഷ്ടപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാവില്ലേ? ഇതിലൊക്കെ ഉണ്ട് ചോദ്യങ്ങൾ. നമ്മള് ചെറിയ ഒരു മെന്റാലിറ്റിയിൽ വെറുതെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാത്രമേ രാഷ്ട്രീയത്തിന്റെ അനുഭാവിയായിട്ട് മാത്രം. അപ്പൊ അവിടുത്തെ മണ്ണിടിച്ചിൽ ഇത് ആദ്യമായിട്ടല്ല അല്ല, നേരത്തെ പറഞ്ഞു വെച്ചു. അപ്പൊ ആ മണ്ണിടിച്ചിൽ നേരത്തെ ഇവിടെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. നേരത്തെ മണ്ണിടിഞ്ഞപ്പോഴേക്ക് അവർക്ക് റോഡിൽ മണ്ണ് നീക്കിയപ്പോ അവർക്ക് അറിയാം സാധനം പുഴയിലേക്ക് പോയിട്ടുണ്ടെന്ന്. പുഴയിലേക്ക് പോയത് അവിടെ ഇട്ടവര് മണ്ണിട്ട് മൂടി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതിപ്പോ വീണ്ടും അത് തന്നെ ആവർത്തിച്ചപ്പോ അവരത് തന്നെ ചെയ്യാൻ നോക്കി. അപ്പൊ അത് പഠിച്ചു. അതല്ലെങ്കിൽ മറിഞ്ഞതാവാം. അതായത് വണ്ടി ആക്സിഡന്റ് ഒക്കെ ആയിക്കാണ്ട് വെള്ളത്തിലേക്ക് പോയതാവും. അല്ലെങ്കിൽ ഈ വണ്ടി ഇപ്പൊ അവിടെ ഏതായാലും ഇപ്പൊ അവിടെ വണ്ടിന്റെ കമ്പനി ഒന്നുമല്ലല്ലോ ഇപ്പൊ വെള്ളത്തിന്റെ ചോട്ടില്. ആ വണ്ടി അവിടെ എങ്ങനെ വന്നു, എങ്ങനെ കിട്ടിയെന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇത് ഇടിഞ്ഞു വന്നോ അല്ലെങ്കിൽ ഇത് ആക്സിഡന്റ് ആയി പോയതാണോ ഇതൊക്കെ എടുക്കാനുള്ള മാർഗമൊക്കെ ഇപ്പൊ ഈ ഒരു സംഗതിന്റെ മുകളിൽ ഓരോന്നോരോന്ന് തോണ്ടിക്കാണ്ട് വരുമ്പോ അത് അവിടെ പോകും എന്നുള്ളൊരു ഒരു മാനസിക സമ്മർദ്ദം, മാനസിക ടെൻഷൻ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടൊക്കെ ആവാം അതെ. അതിൽ വേറൊന്നും കൂടി ഉണ്ട്. ഈശ്വരമാൽപ്പ വരുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്കൂബ ഡൈവേഴ്സ് പെർഫെക്റ്റ്. അങ്ങനെ ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ഇപ്പൊ മുക്കത്തുനിന്നോ അല്ലെങ്കിൽ ഇതിൽ എറണാകുളത്തുനിന്ന് വന്ന ടീം ഇവരൊന്നും അത്ര മോശമല്ല. ഇവിടെയൊക്കെ വന്നത് കുത്തി വയ്ക്കണം അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിലും അതിലപ്പുറത്തേക്കും ബോഡിയും കാര്യം എടുക്കാൻ പോകുന്ന ആൾക്കാരാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള ടീമൊക്കെ. ഏകദേശം ഇപ്പൊ ലാസ്റ്റ് നമ്മള് ലിസ്റ്റ് കൊടുത്തതിൽ 22 ആള്. അത് കുഴപ്പമില്ല, റെസ്ക്യൂനും പിന്നെ റിക്കവറിക്കും അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സും ആയിട്ടുള്ള ആളുകൾ 22 ആളെ ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തത് CMന്റെ അനുമതിയൊക്കെ കാത്തുന്നത്. ഈ അന്ന് വന്ന് കാത്തിക്കെട്ടത് എല്ലാ ടീമിലും 2-3 സ്കൂബ ഡൈവേഴ്സ് ഇല്ലേ, ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടാൻ അനുവദിച്ചിട്ടില്ല. എന്താ പ്രശ്നം? ഇവരൊക്കെ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി കൊണ്ടുവരിക, എന്തെല്ലാം പൊന്തിച്ചു കൊണ്ടുവരിക. അല്ല വെള്ളത്തിന്റെ പോയിസ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ വെള്ളത്തിന്റെ പോയിസ് ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് എന്താ, വെള്ളം ഒഴുക്കില്ല, ഡഡ്ജർ കൊണ്ടുവരാൻ പറ്റൂല എന്നാണ്. ഏതിലാണ് നമ്മൾ വിശ്വസിക്കാൻ ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ ആദ്യം ഒഴുക്കൊണ്ടിറങ്ങാൻ പറ്റില്ല. ഇവരെ ജീവൻ എന്ത് ജീവൻ ഈ വഴി പോയ ജീവനൊന്നും ഭീഷണി ഇല്ലാത്തവരെ അല്ലെങ്കിൽ അതിനൊന്നും നിലവിലില്ലാത്തവർക്ക് നമ്മൾക്കൊക്കെ ഇനിയിപ്പോ എന്ത് പിന്നെ സേഫ്റ്റി എന്ത് സംഗതി അപ്പൊ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇനിയും വണ്ടികളുണ്ട്. അതിലുണ്ടാവാം. അതിലെങ്ങനെ ഞാൻ വിശ്വസിക്കണില്ല അതിൽ ഈ ഒരു വണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് വേറെ മറ്റുള്ള ഇതിലൊക്കെ വന്നതും ഒക്കെ വണ്ടികളൊക്കെ ഉണ്ടാവാം. ഇതിൽ തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടാവാം. അവിടെ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ടോ? അവിടെ ഇതിന്റെ ഇടയ്ക്ക് 2 ദിവസമൊക്കെ മണ്ണ് മാന്തലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തരം സംഗതികൾ ഇതിന്റെ നമ്മളിപ്പോ ഇവിടെ നമ്മളെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു മണ്ണിടിച്ചിലോ കാര്യങ്ങളോ വന്നാൽ ആ ഏരിയ അറിയണ, ആ സ്ഥലം അറിയുന്ന ആളുകളാണ് ഇതിന് വിശദീകരണം കൊടുക്കേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് 144 പ്രഖ്യാപിച്ച സകല ആൾക്കാരെ ഉള്ളിലിട്ട് കൂട്ടിയ മാതിരിയൊക്കെ. നമ്മുടെ നാട്ടിൽ 144 ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങിക്കാണ്ടൊന്ന് പോയി പാടിയോ കടന്നാ നടക്കണമെന്ന്. അവിടെ ഒരു മനുഷ്യൻ പുറത്തില്ല. ഇവിടെ ഇപ്പൊ ആളുകൾ വന്നുകാണ്ടല്ലേ ഇപ്പൊ നമ്മളാ നാട്ടിലെ ആളുകളിൽ വന്നുകാണ്ട് നമുക്ക് ഇങ്ങനെ നടന്നു ഇങ്ങനെ സംഗതികൾ. അവിടുത്തെ ഒരാള് വന്നുകാണ്ട് ഇത് കണ്ടു എന്ന് പറയണത് എത്രാമത്തെ ദിവസം പറയുന്നത്? 10ാമത്തെ ദിവസം. ആ ആള് അറ്റ്ലീസ്റ്റ് 2ാം ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ ചിലത് പേടി കുടുങ്ങിയാണ്ട് റിക്കവർ വരാണ്ട് മൊത്തത്തില് നമുക്ക് മനസ്സിൽ ഷോക്ക് കഴിഞ്ഞാൽ ആവശ്യമില്ല. ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് കർണാടക അവിടെ രക്ഷാപ്രവർത്തനം നടത്താത്തതും നടത്താൻ സമ്മതിക്കാത്തതും എന്നുള്ള. അതില് ഒന്ന് എനിക്ക് തോന്നിയ സംഗതി ഞങ്ങൾ തുറക്കും മുതൽ പറഞ്ഞത്, ഒന്ന് നമ്മുടെ ഈ വാഹനം വേറെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഒന്നേക്കാരം. അതെ. രണ്ടാമത് ഇതിലൊക്കെ ഒരു ഈഗോ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാർ പോയി ചെയ്യും. അതായത് അവിടെ ഉള്ള ആളുകൾ പോരായിട്ടാണല്ലോ ഇവിടുന്ന് ചെയ്യില്ല. ഓൾറെഡി ഇത്തരം സംഗതിക്ക് അവിടെ ചെയ്യണത് അവിടെ ഇതാണ്ട് തീർക്കലാണ്, ഇങ്ങനെ സംഗതി എന്നുള്ള ഒതുക്കി തീർക്കലാണെന്ന് നമുക്ക് ടോട്ടലി അവിടെ ബോധ്യപ്പെട്ടു. അപ്പോ അങ്ങനെ ഒതുക്കി തീർത്തൊരു സംഗതി
പിന്നീട് ഇത് രണ്ടാമതും ഒരു ഹൈക്കോടതിക്ക് വരെ റിപ്പോർട്ട് 5ാമത്തെ ദിവസത്തെ കൊടുത്തിനു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് കേട്ടത്. അതിന്റെ സത്യാവസ്ഥ ഒക്കെ പൂർണ്ണ തന്നെ അത്ര ലീഗലായിട്ട് കാര്യങ്ങളിൽ നമ്മൾ നീങ്ങാത്തതുകൊണ്ടാവാം. അവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്ത് കേസ് ഇത് രണ്ടാമത് ഒരു ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല. കൊടുക്കണത് ആരാര് അവിടെയുള്ള പോലീസ് മേധാവി പെട്ട ആ ജില്ലയിൽ പെട്ട മേധാവി അല്ലെങ്കിൽ കളക്ടർ ലെവലിലൊക്കെയാണല്ലോ ഇത് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് കഴിഞ്ഞ സംഗതി പിന്നെ റീപോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന് ഓൾക്ക് അത്ര മാനസികപരമായിട്ട് ഇത് തൃപ്തി ഉണ്ടായിക്കൊള്ളുന്നില്ല. അതല്ലെങ്കിൽ ഒരു കേസും കാര്യം കൊടുത്തുകാണ്ട് രണ്ടാമത് ഓപ്പൺ ആക്കല്ല, നമ്മളൊക്കെ അവിടെ ചെന്നോടുകൂടി പിന്നെ അത് ആക്റ്റീവ് വീണ്ടും ആവുകയാണ്. അർജുന എവിടെ? ചോദ്യം അതല്ലേ ഉള്ളൂ. ഈ ഏഴാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മലയാളികളെ പഠിച്ച് പുറത്താക്കിയല്ലോ. അതിനുശേഷം പിന്നെ എന്താ, എങ്ങനെയാ നിങ്ങൾ ഈ സ്ഥലമായിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ പോയിക്കൊണ്ടിരുന്നത്? അവിടെ ഞങ്ങൾക്ക് അതിനുള്ളത് ഞങ്ങൾക്ക് നിൽക്കാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ സൗകര്യം ചെയ്ത് തന്നിരുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. അല്ല, അത് തന്നെ ഈ സ്ഥലത്ത് പോകാൻ പിന്നെ അനുമതി ഇല്ലായിരുന്നു? ഇല്ല, ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പിന്നെ ഞങ്ങൾ ചാനലിൽ കാണണ്ടേ. അപ്പൊ ഈ ലോറി പൊന്തിച്ചത് ആ വിഷ്വലൊക്കെ എടുത്ത സമയത്ത് മലയാളികളില്ല. ലാസ്റ്റിക് ഉണ്ട്. ഞാൻ പറഞ്ഞത് ആ പുറത്താക്കിയ സമയത്ത് പിന്നെ നിന്ന്, അതായത് 1ാം ഘട്ടത്തിലാണ് എല്ലാവരും പിടിച്ച് പുറത്താക്കി. 1ാം ഘട്ടത്തിൽ പുറത്താക്കി. പിറ്റേന്ന് വന്ന് വൈകുന്നേരം പറഞ്ഞു ലോറി നാളെ പൊക്കും. ഇന്നിപ്പം മുങ്ങൽ വിദഗ്ധരും വരൊക്കെ ബോഗിന്റെ മേലത്തെ ചളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടി നാളെ എന്തായാലും പൊക്കും എന്നുള്ള രീതിയിലാണ് ഫോട്ടോഷൂട്ട് മൊത്തം വന്നിരുന്നത്. അപ്പൊ പുഴയില് ഫോട്ടോഷൂട്ടിൽ ആരൊക്കെയാ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്? അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ ഓപ്പണായിട്ട് കണ്ടിന്യൂ ആളുകൾ തന്നെയാണല്ലോ. ഓരോന്ന് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം അന്ന് ഞങ്ങളൊക്കെ മലയാളികളെ മൊത്തം അടച്ചാക്ഷേപിച്ച ആളുകൾ തന്നെയല്ല ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഓപ്പണായിട്ട് പറയണോടൊന്നും വിചാരിക്കട്ടെ. കാരണം ഏതൊരാളായാലും അത്ര രീതിയിൽ അത്ര മെന്റാലിറ്റിക്ക് ഒന്നും ഒരിക്കലും പോകാൻ പാടില്ല. കാരണം ഇവിടെയൊക്കെ അവർക്കത് ഡ്യൂട്ടിയാണ്. അവർക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവരെ ശരിക്കൊരു ബാധ്യത എന്ന് തന്നെ പറയാം, ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം അവരെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കുന്നത് ഇത്തരം സംഗതിക്കൊക്കെ തന്നെയാണ്. വോട്ടും കാര്യം കൊടുത്താണ്ടേ. ഞങ്ങളാരും വോട്ടും തന്നാണ്ടോ പൈസ തന്നാണ്ടോ ടിക്കറ്റ് എടുത്ത് തന്നാണ്ടോ എല്ലാം അങ്ങോട്ട് പറഞ്ഞേക്കണത്. അതൊക്കെ പറയുമ്പോൾ ശരിക്കും ചിലതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അതായത് അവർക്കൊരു എൻട്രി കിട്ടിയോട് കൂടി അത് എൻട്രി പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട്, ആ നിലനിൽപ്പ് പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ആവാം ഇങ്ങനെ ഒറ്റയടിക്ക് അടച്ചാക്ഷേപിച്ച് മൊത്തത്തിൽ മലയാളികളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. മലയാളികൾ കരയിൽ തെരയണ്ടേ. വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് ആള് തീരും. പക്ഷെ കരയിലടിച്ച് നിരന്തരം പറയുന്നുണ്ട് ഇത്തരം തകരാറ്. അല്ലെങ്കിലും കരയിൽ ഫസ്റ്റ് തെരഞ്ഞ് വെള്ളത്തിൽ എന്തായാലും മരിച്ചു കിടക്കാണല്ലോ. അവര് മണ്ണിടിച്ചില് റെസ്ക്യൂ അങ്ങനെയാണ്. അതിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ കരയിലും പുഴയിലും ഒരേപോലെ തെരച്ചിൽ നടത്തണം. കരയിലെ മണ്ണാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റണം. ഒരാൾ കുടുങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ടേ. ഇതിനൊക്കെ നമ്മൾ ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയാ, വയനാട് 10 ആൾക്കാർ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് പോയിന് കാണാതായെന്നൊക്കെ പറയും. ഇതൊക്കെ ഒരു മറു ചോദ്യമാണല്ലോ എല്ലാത്തിനും വരിക. നമ്മൾ എന്ത് സംഗതി ഒരു ന്യായം പറഞ്ഞാലും അതിനൊരു അന്യായം പുറത്തുണ്ടോ, ഒരു മറു ചോദ്യം ഉണ്ടാവും. വയനാട് പോയത് കിലോമീറ്റർ. മൂന്നാം ഘട്ടത്തില് നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു? 3ാം ഘട്ടത്തിലൊക്കെ പിന്നെ ആർക്കും പോകലോ. അതായത് നമ്മള് ഫസ്റ്റില് പോയത് നമ്മളൊക്കെ ജെയ്സിയിലും കാര്യത്തിലാണ്. ആദ്യത്തെ ഒരു പിടിവാശി കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാം ഒഴിവാക്കി. പിന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പിന്നീടും നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും പ്രശ്നങ്ങൾ പറഞ്ഞാണ്ടുള്ളതുണ്ട്. രണ്ടാമത് പിന്നെ അതിലേക്ക് ഇറങ്ങാനും സംഗതി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും 3ാം ഘട്ടത്തിൽ പിന്നെ നമ്മൾ പോയ കൂട്ടത്തിൽ കൃഷ്ണദാസൊക്കെ ഇറങ്ങിയല്ലോ കൂട്ടത്തില്. ഇവരെ ഈ ഇതൊക്കെ ഡഡ്ജറൊക്കെ വന്ന സമയത്ത് കൃഷ്ണദാസൊക്കെ 3ാം ഘട്ടത്തിലൊന്നും പിന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇത് കയ്യിൽ നിന്ന് പോയി. വല്ലപ്പോ നമ്മൾ പിടിച്ച് ഒരു പിടുത്തം ബലം പിടിച്ചിങ്ങനെ നിന്ന് പേടിപ്പിച്ച് നിന്ന് നോക്കി നിയമപരമായിട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നോക്കി ഇങ്ങനെയൊക്കെ ഇതിലൊന്നും നടക്കാണ്ട് പോകുമ്പോൾ ഒരു സംഗതിക്ക് നമ്മൾ ഒരുങ്ങി തിരിച്ചാണ്ട് ഇപ്പൊ അങ്ങോട്ട് നിന്നുകാണ്ട് ഒരുങ്ങി തിരിച്ചുകാണ്ട് നമ്മൾ അങ്ങോട്ട് നിൽക്കുകയാണ്, ഒരു സ്റ്റാൻഡായിട്ട് നിൽക്കുകയാണ്. ആ ആളൊരു നിലക്കും പിന്തിരിയില്ലാന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. അതിപ്പോ നമ്മള് മുന്നിലൊക്കെ നമുക്കൊരു പ്രതിനിധിയായിട്ട് മനാഫിനെ കാണാം. മനാഫ് ഏറ്റവും സെറ്റ് അവിടെ നിന്നു എന്നുള്ളത്. ഇതിന്റെ പിന്നിലും അതേപോലെ നിന്ന് കൊടുത്ത ആളുകൾ കുറേയുണ്ട്. മൂപ്പരനെ പറയുന്നുണ്ട്. അത് മനാഫിന് പോയത് ഒന്ന് വണ്ടി, ഓന്റെ ഡ്രൈവർ. ഈ ഒരു സംഗതിക്ക് വണ്ടിയെ പോലും ഒരു ഹൈലൈറ്റ് ചെയ്യാതെ ഡ്രൈവർക്കും വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഇത്രയും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ മനാഫ് നിന്നത് സ്റ്റാൻഡായിട്ടാണ്. മനാഫ് അവനെ കൊണ്ട് കഴിയാവുന്ന സാധാരണക്കാരൻ എന്നുള്ള രീതിയിലപ്പുറം മനാഫിന് ചെയ്യാവുന്ന ഫെസിലിറ്റീസ് മുഴുവൻ ഇതിൽ യൂസ് ചെയ്യണം. അതിനുശേഷം പിന്നെ മനാഫിനെ കണ്ടിരുന്നു? മനാഫിനിപ്പോ പിന്നെ മുക്കത്ത് പരിപാടി കണ്ടിട്ടുണ്ട്. അന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് പിന്നെ കോഴിക്കോട് അവിടെ കൂടെ ഉണ്ടായിരുന്ന തലേന്ന് മുതൽ മൊത്തം റോഡ് ക്ലിയറിങ്ങും മറ്റുള്ളതുമായിട്ട് അവിടെ വീട്ടിലേക്ക് എത്തുന്ന വരെ ഞങ്ങള് ജെയ്സി തന്നെയായിരുന്നു.
ഫസ്റ്റിൽ വന്ന് ചെന്നിന് ആളുകളെ മലയാളികളെ ഇവര് കുറച്ച് ആളുകൾ കയറിക്കാണ്ട് കടന്നാക്രമിച്ച് ഒരു ഏഷ്യാനെറ്റിൽ അത് വന്നതും അത് ഏറ്റുപിടിച്ച് എൻ്റെ നാട്ടിലൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഭയങ്കരമായിരുന്നു. അതായത് നമ്മൾ ഏറ്റവും അടുത്ത ആളുകളെന്ന് ചിന്തിക്കുന്ന ആളുകളെക്കാരും ഇതിലൊക്കെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതൊരു അസൂയ എന്നാണ് ഞാൻ മനസ്സിലാക്കി കേട്ടോ. അസൂയ അല്ലെങ്കിൽ ഓനൊക്കെ പാരാ അവിടെ പോയാൽ ചെയ്യാൻ എന്തിനു പോയി എങ്ങനെ പോയി ഞങ്ങൾക്ക് കടന്നുറക്കം കിട്ടാട്ട് തന്നെയാണ് ഞങ്ങൾ പോണത്. ഞാൻ അന്ന് വന്നിറങ്ങിയതിൻ്റെ പിറ്റേന്നാണ് വയനാട് ദുരന്തം. അന്ന് രാത്രി ഇവിടെ കടന്ന് ഇവിടെയൊക്കെ മൊത്തം കറണ്ട് ഇല്ല. അന്ന് രാത്രി പൊലച്ചൊക്കെ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് എല്ലാം ഇതൊക്കെ കണ്ടിട്ട് അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനെ ആ സമയത്ത് പോയി വിളിക്കുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല അവിടേക്കൊക്കെ നിങ്ങൾ പോകണം, അവിടെ മണ്ണിടിച്ചിട്ട് പിന്നത്തെ ഉരുൾപൊട്ടലൊക്കെ അല്ലേ, നിങ്ങളെ ജീവിതത്തിനൊരു സേഫൊന്നും ഇല്ലല്ലോ, അങ്ങോട്ടൊക്കെ പോകണം നിങ്ങൾ എന്നാണ് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മ ചോദിച്ചത്. അപ്പം ഞാൻ അടുത്തേക്ക് ഞാൻ പറഞ്ഞു, അല്ലമ്മ നമ്മളൊക്കെ നിൽക്കുന്ന മലമ്പ്രദേശത്താ, ഇവിടെ ഇപ്പോൾ ഈ വീടും കൂട്ടിയിട്ട് ഇതിൻ്റെ മേലേക്ക് മണ്ണും ചളിയൊക്കെ പാടെ വന്നിട്ട് കൂടാതെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കണം, ആരെങ്കിലൊക്കെ ഒന്ന് വലിച്ചു ഉരുങ്ങി തന്നെയല്ലേ നമുക്കും പുറത്തിറക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഇറങ്ങി തിരിച്ച ആ ഒരു സംഗതി പൂർണ്ണമാണെങ്കിൽ ഇതിൽ പറയപ്പെട്ട രണ്ടാളും കൂടി ഉണ്ട്. ആ രണ്ടാളും കൂടി മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത് അല്ലേ. അപ്പൊ ഈ രണ്ടാളും കൂടി കിട്ടിയത് പൂർണ്ണമാകുമ്പോഴേ ഈ വിഷയം ക്ലോസ് ചെയ്യാവൂ. ഇപ്പൊ ഇവിടെ ഞാൻ അന്ന് ഞങ്ങൾ അവിടെ ഉള്ളിലുള്ള സമയത്ത് 7ാമത്തെ ദിവസം ഒരു 3 പെൺകുട്ടികൾ അവിടെ വന്നിട്ട് ഭയങ്കര കരച്ചിൽ, അതായത് പോലീസുകാരെ ബാരിക്കേഡ് ഇട്ട സ്ഥലത്ത്. അപ്പൊ ഞാൻ പോയി നോക്കി എന്താണ് ഇത് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്, ഇതിൽ പെട്ട ഒരാളെ മക്കളാണ് ഈ ആ പോയ ആളെ കുറിച്ച് രേഖയില്ല, ഒന്നുമില്ല. ഇതിറ്റങ്ങൾക്ക് ഇവരൊക്കെ അതിന് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം പോലും കിട്ടണം എന്നുണ്ടെങ്കിൽ 7 കൊല്ലം ഏറ്റവും ചുരുങ്ങിയതാണ്, കിട്ടുന്ന ഉറപ്പൊന്നുമില്ല കേട്ടോ. 7 കൊല്ലം മാൻ മിസ്സിങ്ങിനൊന്നും ഇവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും കിട്ടൂല. ആ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ അവസ്ഥ, 3 പെൺകുട്ടികളാണ്. അതായത് ഒരു മാനസിക പരിഗണനയിലും ശരിക്കും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മളെ സ്വതന്ത്രമായിട്ട് നമുക്കും പോവാം. ഇതൊന്നും തലയിൽ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഈ ആളുകളെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ ചീത്ത കേൾക്കുമ്പോൾ വെറുതെ ഓരോ കാര്യങ്ങൾ ഈ വിമർശനം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനാഫിനൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഈ വിഷയമൊക്കെ കിടന്ന് അലക്കണേ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ചിലതൊക്കെ. അതായത് ഈ ഇത്രയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു സംഗതി നടന്നു, ആ കുടുംബത്തിന് വേറൊന്നും ഇപ്പം ഇവർക്കൊന്നും ആലോചിച്ചാൽ മതി. ഇപ്പം അർജുനെ കിട്ടിയില്ലാന്ന് കൂട്ടിക്കോട്ടെ, ഈ ഓഫറും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആളുകൾ ഇപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ അതിൻ്റെ രേഖയും കാര്യവും ഇല്ല എന്നിട്ട് ഇപ്പം ഈ ആ ലാസ്റ്റ് ടൈമിൽ ആ DNA പരിശോധന പോലും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായതാണ്. കാരണം അത് പരിശോധിച്ച് അതിൻ്റെ രേഖ ക്ലിയർ ആക്കിയിട്ട് വെച്ചെങ്കിൽ കുറച്ച് കഴിഞ്ഞവരൊക്കെ മാറൂലേ. ഒരു ഇൻഷുർ കമ്പനി എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് കൊടുക്കാതെ നിൽക്കുക എന്നുള്ളത് ചിന്തിക്കണ റിസർച്ച് ചെയ്ത് നടക്കുന്ന ടീമാണ്. ഒരു അടവ് തെറ്റിയാൽ അതല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ അത് കൊടുക്കാതെ നിൽക്കാൻ നോക്കാം. അപ്പോൾ ഇവർക്കിപ്പോൾ ഈ ആ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു എല്ലും കഷ്ണം തന്നെ കിട്ടാഞ്ഞാൽ അത് മരിച്ച് അതിൻ്റെ DNA ടെസ്റ്റും കാര്യങ്ങളും നടത്തി ഏറ്റങ്ങൾ അച്ഛനെ പോയി മരിച്ചു എന്നൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇതെന്തെങ്കിലും ഒരു മനസ്സമാധാനം എന്തെങ്കിലും കർമ്മം ചെയ്യാനുള്ളൊരു മനസ്സമാധാനം എന്തെങ്കിലും അത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു കുടുംബത്തിൽ നിന്നോ മറ്റുള്ള മിസ്സായി കഴിഞ്ഞാൽ എങ്ങനായാലും സങ്കടവും കാര്യം ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഉണ്ടാവും. അതായത് അതിനൊരു ചൊല്ലുന്നുണ്ട്, ഭാര്യ പിന്നെ പഠിക്കൽ വരെ മറ്റൊരു ഇനി പിന്നെ അവിടെ വരെ എന്നൊക്കെ പറഞ്ഞിട്ട് 15 ഉണ്ട്. അതിലപ്പുറം അപ്പോൾ ഇവർക്കൊരു ഇത് കിട്ടി കർമ്മം കാര്യം കഴിഞ്ഞ് ഇറ്റങ്ങൾക്ക് ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ രേഖയും കാര്യം ആവശ്യമുണ്ട്. നമ്മളൊക്കെ അവിടെ നിന്ന് പോന്നു. ഇത്രത്തോളം തട്ടി കളിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇറ്റങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിക്കണം? എൻ്റെ കാഴ്ചപ്പാടിലില്ല. ഇപ്പം ഇങ്ങനെ ആ ഒരു വിഷയം ചർച്ച വന്ന് അവിടെ കുറച്ചൊക്കെ നമ്മളെ ചർച്ചയിലും കൂടി അത് വന്നതിൻ്റെ ശേഷം കുറച്ച് ആളുകളൊക്കെ ആയിട്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കണം ഞങ്ങൾ കണ്ടു. ഏതായാലും അവിടുത്തെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരൂല, അങ്ങനെ പോകും.